ജീലാനി നേർച്ച സംഘടിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസുല്ലാഹു അസീസ് അവരുടെ ആണ്ട് നേർച്ച കഴിഞ്ഞ ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത നാൾ തൊട്ട് 11 രാവിലെ നടത്തി വരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ പരിപാടി നടത്തുവാൻ സാധിക്കുകയും മറ്റുള്ള എല്ലാ സഹായങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഒരുപാട് പേരുടെ ആശ്വാസമായി മാറിയ മുഹീദ്ദീൻ മസ്ജിദ് ഇന്ന് നിലകൊള്ളുന്നത് പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥമാണ്. കൊല്ലം വയനക്കുളം മുഹീദ്ദീൻ മസ്ജിദിൽ സംഘടിപ്പിച്ച ജീലാനി നേർച്ചയ്ക്ക് ആയിരങ്ങൾ പങ്കെടുത്തു. അഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ആണ്ട് നേർച്ചയും ദുആ മജ്‌ലിസും 2025 ഒക്ടോബർ 2 വ്യാഴാഴ്ച പള്ളിയങ്കണത്തിൽ നടന്നു. മഹാനായ ഗൗസുല്ലാഹുവിന്റെ മഹത്തായ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് വയനക്കുളം മുഹീദ്ദീൻ മസ്ജിദിൽ വർഷങ്ങളായി നടത്തി വരുന്ന മഹത്തായ ജീലാനി അനുസ്മരണ സമ്മേളനവും അന്നദാനവും മറ്റ് പരിപാടികളൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായ നിലയിൽ സമാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ അപേക്ഷിച്ച് അൽഹംദുലില്ലാഹ് ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും പുരോഗതികളും കൊണ്ടുവരാൻ നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ സംഘാടകർക്കുമൊക്കെ സാധിക്കുന്നു. അൽഹംദുലില്ലാഹ് വരും വർഷങ്ങളിലും ഇതിലും ഉപരിയായ നിലയിൽ സന്തോഷകരമായ രീതിയിൽ ഭംഗിയായി നടത്തുവാനും എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ഒത്തൊരുമയോടെ നടത്തുവാനും നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ സംബന്ധിച്ച ഇതിൽ സഹായിച്ച സഹകരിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഹൃദയത്തിൽ ചാലിച്ച നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റാണ്. അതുപോലെ ഒരുപാട് പ്രവർത്തകർ അവരുടെ അകമഴിഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി സഹായിച്ച് ഇതിൽ പ്രവർത്തിച്ച സഹകരിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഈ വയനക്കുളം മുഹീദ്ദീൻ മസ്ജിദ് കമ്മിറ്റിയുടെയും മറ്റുമായി നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സയ്യിദ് ഹസ്ബുല്ലാ തങ്ങൾ വാക്കഫി ദുആയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ നടന്ന റാത്തീബ് മജ്‌ലിസ് വയനക്കുളം ചീഫ് ഇമാം ഷമീർ ലത്തീഫിന്റെ നേതൃത്വത്തിൽ മുഹ്സിൻ കോയ തങ്ങൾ അൽ ഹൈദ്രൂസി നിർവഹിച്ചു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട അന്നദാനവും നടന്നു. നല്ല രീതിയിൽ ചോറ് കൊടുക്കുന്നു. എന്താ കുഴപ്പം? ആളായിട്ട് ചോറ് കൊടുക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് കൊടുക്കുക ചോറ്. ഇഷ്ടംപോലുണ്ട്. ഇഷ്ടംപോലുണ്ട്. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷമൊരുക്കുന്നതിൽ പങ്കുവഹിച്ച എല്ലാ വിശ്വാസികൾക്കും ഭാരവാഹികൾ നന്ദി അറിയിച്ചു. ന്യൂസ് കേരളം 24.